മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് മേഘാലയ. എന്നാൽ ഒറ്റ സംഭവത്തോടെ ഈ സമാധാനപ്രിയ പ്രദേശം ക്രൈം പ്രോൺ എന്ന തെറ്റായ മുദ്രയോടുകൂടി ദേശീയ മാധ്യമങ്ങളിലെത്തി. 2025 മെയ് മാസം അവസാനം ഈ ഒരു പ്രദേശത്തു നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ത്യയിലുടനീളം പ്രചരിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിൽ നിന്നുള്ള യുവ ദമ്പതികൾ രാജ രഘുവൻഷി, ഭാര്യ സോനം രഘുവൻഷി തങ്ങളുടെ അവധിക്കാല യാത്രയ്ക്കായി അല്ലെങ്കിൽ ഒരു ഹണിമൂൺ യാത്രയ്ക്കായി മേഘാലയയിലെ സോറ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. പക്ഷെ ഈ യാത്ര അവരുടെ ജീവിതം മുഴുവനും കീറി മുറിക്കാൻ പോകുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവിടെ അവർ എത്തി ചില ദിവസങ്ങൾക്കുള്ളിൽ രണ്ടുപേരും അപ്രത്യക്ഷരാകുന്നു. രണ്ടുപേരുടെ ഫോണിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഏറെ അന്വേഷിച്ചു. ഒടുവിൽ പോലീസിൽ വിവരം അറിയിച്ചു. മേഘാലയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ സമാനമായ നിരവധി കേസുകൾ പോലെ ആദ്യം ഇതൊരു യാത്രയിൽ സംഭവിച്ച അപകടം, അപ്രതീക്ഷിതമായ ഒരു തേടൽ തന്നെയാണ് എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇൻഡോർ കപ്പിൾ മിസ്സിംഗ് കേസ് എന്നാരംഭിച്ച ഈ ഒരു സംഭവം പിന്നീട് ഒരു കൊലപാതക കേസായി തന്നെ മാറി. അങ്ങനെ രാജ രഘുവംശിക്കും ഭാര്യ സോനത്തിനും എന്താണ് സംഭവിച്ചത്? മേഘാലയ എന്ന മനോഹരമായ സ്ഥലത്തെ ഒരു ക്രൈം പ്രോൺ സ്റ്റേറ്റായി ചിത്രീകരിച്ചത് എന്തിന്? നാട്ടുകാരെക്കുറിച്ചും ട്രൈബൽ ജനതയെക്കുറിച്ചും അനീതിയോടുകൂടിയുള്ള കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഒഴുകിയത് എന്തിനു വേണ്ടി? ഈ കേസിൽ സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ രഘുവൻഷിക്കും സോനത്തിനും മെയ് മാസം 11-നാണ് വിവാഹം കഴിഞ്ഞത്. തുടർന്ന് രണ്ടുപേരും ഒരു മധുവിധു ആഘോഷിക്കാം എന്ന പദ്ധതിയിടുന്നു. ഹണിമൂൺ ട്രിപ്പിന്. ഹണിമൂൺ മേഘാലയയിലേക്ക് തന്നെ പോകാം. അവിടെയുള്ള ചിരപൂഞ്ചി എന്ന അതിമനോഹരമായ സ്ഥലം, അതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ മധുവിധു ആഘോഷിക്കാൻ മെയ് മാസം 20-നാണ് ഗുവാഹത്തിയിലേക്ക് പോയത്. മെയ് മാസം 24-ന് ഷില്ലോങ് നഗരത്തിൽ നിന്ന് ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്തു. അന്നേ ദിവസം മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ നോൺഗ്രീത് ഗ്രാമത്തിലുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ, അതായത് മെയ് മാസം 23-ന് അവർ ഹോം സ്റ്റേയിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി. പുറത്തു വരുമ്പോൾ രണ്ടുപേരുടെ കയ്യിലും സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറയിലും പകർത്തി. അന്നത്തെ ദിവസമായിരുന്നു അവസാനമായി ഇവരെ അവിടെ ഉണ്ടായിരുന്നവർ ജീവനോടെ കണ്ടത്. ചിരാപൂഞ്ചിയിലെത്തിയ ദമ്പതികൾ വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഒരു വിവരവുമില്ല. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ബന്ധുക്കൾ അവരെ പല സ്ഥലങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങി. പിന്നീടായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അവരുടെ അന്വേഷണം ആരംഭിക്കുന്നു. പക്ഷെ പോലീസ് ഇത് അത്ര ഗൗരവമേറിയ കാര്യമായി എടുത്തില്ല. ഇതുപോലെ പല കേസുകളും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ഇതിനത്ര താല്പര്യം കാണിച്ചില്ല എന്ന രീതിയിലും ബന്ധുക്കൾ ഒരു ആരോപണമായി മുന്നിട്ട് വന്നിരുന്നു. ഒരുപക്ഷെ ദമ്പതികളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം എന്ന ഒരു സംശയവും ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. പ്രദേശത്തെ ഹോട്ടൽ ജീവനക്കാർക്കും ഗൈഡുകൾക്കും ഇരുചക്രവാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർക്കും ഇതിൽ പങ്കുണ്ടാകാം എന്ന സംശയവും കുടുംബം പറഞ്ഞു. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി ആർക്കും അറിയില്ല. പോലീസും തീരെ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് CBIയിലേക്ക് കേസ് കൈമാറണമെന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു സമരം തന്നെ ഉണ്ടായി. പിന്നീട് മധ്യപ്രദേശ് സർക്കാർ മേഘാലയ സർക്കാരിന് ഒരു സമ്മർദ്ദം ചെലുത്തി. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം, അവർ രണ്ടുപേരും എവിടെയുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തണം, കേസ് ഗൗരവമായി കാണണമെന്ന് ഒരു സമ്മർദ്ദം ചെലുത്തി. പിന്നീട് അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് ഇവർ താമസിച്ചിരുന്ന ആ ഹോം സ്റ്റേയിലേക്ക് പോലീസ് എത്തുന്നത്. മെയ് 24-ന് ഷിലോങ്ങിൽ നിന്നും ചിരാപൂഞ്ചി എന്നറിയപ്പെടുന്ന സോറയിലേക്കുള്ള റോഡ് അരികിലുള്ള കഫേക്ക് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ അവർ വാടകയ്ക്കെടുത്ത ആ സ്കൂട്ടർ കണ്ടെത്തി. ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ ചോദിക്കുമ്പോൾ അവർ അന്നത്തെ ദിവസം വെക്കേറ്റ് ചെയ്ത് പോയി. പിന്നീട് അവർ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ഹണിമൂണിന് പോവുകയാണെങ്കിൽ അവർക്കൊരു ഗൈഡ് ഉണ്ടാകണം. അപ്പോൾ ആ ഗൈഡ്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഗൈഡ് ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു സർവീസ് സെന്ററിലേക്ക് അന്വേഷണം പോകുന്നത്. ആ സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അയാളോട് പോലീസ് ചോദിച്ചു. അയാൾ പറഞ്ഞത്, അതെ, ഈ ദമ്പതികളെ എനിക്കറിയാം, ഇവർ ഈ നാടൊക്കെ ചുറ്റിക്കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ പക്കലാണ് വന്നത്. എന്നാൽ എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നീട് അവർ എന്നെ വേണ്ട എന്ന് റിജക്റ്റ് ചെയ്തു. അവർ മറ്റൊരു ഗൈഡിനെ സെലക്ടും ചെയ്തു. അങ്ങനെ അവർ പോയി. ആ ഗൈഡിന്റെ പേര് പാ ബെൻസായ് എന്നാണ്. അന്നത്തെ ദിവസം പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അടുത്ത ദിവസമാണ് ഞാൻ അവരെ കണ്ടത്.
അപ്പോ ഉള്ളതിൽ വെച്ച് വളരെ പ്രയാസമുള്ള ഒരു മല മുകളിലേക്ക് അവർ കയറുകയായിരുന്നു. 3000 അടിക്ക് മുകളിലാണ് ഞാൻ അവരെ കണ്ടത്. ആ മലയാണ് കയറിയത്. എന്നാൽ ആ സമയം അവരുടെ കൂടെ മറ്റു 3 പേർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരാണെന്ന് എനിക്കറിയില്ല. ഇതിൽ ആ പുരുഷന്മാരെല്ലാം മുന്നിൽ പോകുന്നുണ്ടായിരുന്നു, സ്ത്രീ മാത്രം പുറകിലൂടെ നടക്കുകയായിരുന്നു എന്നും പറഞ്ഞു. എന്തുകൊണ്ട് ഇവർ ഇത്രയും വലിയൊരു മല തിരഞ്ഞെടുത്തു എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അവരെ അങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ ഹിന്ദി സംസാരിക്കുകയായിരുന്നു. എന്നാൽ എനിക്ക് ഹിന്ദി അറിയില്ല. എനിക്ക് കാസിൻ, ഇംഗ്ലീഷ് ഇത് മാത്രമേ അറിയൂ. അതുകൊണ്ട് അവർ എന്ത് സംസാരിച്ചു എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് ഈ ഗൈഡ് പറഞ്ഞു. പോലീസിന്റെ അന്വേഷണം വീണ്ടും തീവ്രമാകുന്നു. അന്വേഷണത്തിൽ നോൺഗ്രിയാത്ത് ഗ്രാമത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള മലയിടുക്കിൽ നിന്ന് രാജ രഘുവംശിയുടെ മൃതദേഹം അഴുകിയ അവസ്ഥയിൽ പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു വടിവാളും ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം നിന്ന് കണ്ടെത്തി. വലതു കൈയിലെ രാജ എന്ന ടാറ്റുവിൽ നിന്നാണ് സഹോദരനായ വിപിൻ രഘുവംശിയുടെ മൃതദേഹം രാജയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു സ്ത്രീയുടെ വെള്ള ഷർട്ട്, മരുന്നിന്റെ ഒരു സ്ട്രിപ്പ്, മൊബൈൽ ഫോണിന്റെ LCD സ്ക്രീനിന്റെ ഒരു ഭാഗം, ഒരു സ്മാർട്ട് വാച്ച് എന്നിവയും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഏകദേശം 200 അടി ആഴമുള്ള കൊക്കയിൽ നിന്നാണ് ഈ ശരീരം കണ്ടെത്തിയത്. അവിടെയുള്ള സമീപവാസികളെല്ലാം വേസ്റ്റ് മാലിന്യങ്ങൾ കളയാൻ വേണ്ടിയായിരുന്നു ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് രാജയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. പക്ഷേ ആ മൃതദേഹം പോലീസ് കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ അയാളുടെ ശരീരത്തിൽ ഒരു മുറിവേറ്റ പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മിസ്സിംഗ് കേസ് അല്ല, മർഡർ ആണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ഈ രാജയുടെ മൃതദേഹം കണ്ടെത്തിയതോടുകൂടി സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അനാവശ്യ ആരോപണങ്ങളും ഉയരാൻ തുടങ്ങി. മേഘാലയ ക്രൈം പ്രോൺ ആവുകയാണ്. ട്രൈബൽ ജനതയുടെ സുരക്ഷയിൽ സംശയം, ഇങ്ങനെ തലക്കെട്ടോടുകൂടി നിരവധി വാർത്തകളായിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇത് ജനങ്ങളെയും സർക്കാരിനെയും വല്ലാതെ വിഷമിപ്പിച്ചു, ഒരു സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. തുടക്കത്തിൽ എല്ലാവരും ഈ 16 ദിവസവും 2 പേരെയും കാണാനില്ല എന്ന രീതിയിലായിരുന്നു തിരഞ്ഞിരുന്നത്. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സോനമിന് എന്ത് സംഭവിച്ചു, അവൾ എവിടെ പോയി, ഇങ്ങനെ സോനത്തിന്റെ ബന്ധുക്കളെല്ലാം വല്ലാത്ത ഭയത്തോടുകൂടി അന്വേഷിക്കാൻ തുടങ്ങി. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ്, NDRF ഉൾപ്പെടെയുള്ള വിവിധ സംഘങ്ങൾ സോനത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഊർജിതമാക്കി. അപകടകരമായ ഭൂപ്രദേശങ്ങളിലും ഇടതൂർന്ന വനങ്ങളിലും മലയിടുക്കുകളിലും എല്ലാം ഡ്രോണുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. എന്നാൽ തുടർച്ചയായ മഴയും ദുഷ്കരമായ ഭൂഭാഗവും തിരച്ചിലിന് വലിയ തടസ്സങ്ങളും സൃഷ്ടിച്ചു. കാണാതാകുന്നതിന് തൊട്ടു മുൻപ് സോനം രാജയുടെ അമ്മയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. വനപ്രദേശത്ത് ട്രക്കിംഗ് നടത്തുന്നതിനിടെ സോനവും അമ്മായിയമ്മയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ക്ലിപ്പിൽ നമ്മളിപ്പോൾ കയറുകയാണ്, പിന്നീട് സംസാരിക്കാമെന്ന് സോനം പറയുന്നത് കേൾക്കാം. ഇന്ന് ഉപവാസമല്ലേ എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നു. അതെ എന്നും ഈ യാത്രയ്ക്കായി ഉപവാസം ഉപേക്ഷിക്കില്ല എന്നും സോനം മറുപടിയും പറയുന്നുണ്ട്. കുത്തനെയുള്ള ഭൂപ്രദേശത്തെക്കുറിച്ചും മോശം കാലാവസ്ഥയെക്കുറിച്ചും സോനം അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് സംഭാഷണം തുടർന്നു. നമ്മൾ ഒരു ഇടതൂർന്ന വനത്തിലാണ്, ഇവിടെ ഒന്നും ലഭ്യമല്ല. താൻ രാജയോട് പോകരുത് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ കേൾക്കുന്നില്ല. താൻ ക്ഷീണിതയാണ്, ഇവിടത്തെ ഭക്ഷണവും നല്ലതല്ല, നടക്കുമ്പോൾ ശ്വസിക്കാൻ പ്രയാസമാണ് എന്നും പറഞ്ഞു. മറ്റൊരു ക്ലിപ്പിൽ രാജ തന്റെ അമ്മയോട് സംസാരിക്കുന്നത് കേൾക്കാം. ശബ്ദ സന്ദേശവും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. തുടർന്ന് അന്വേഷണം നടക്കുമ്പോൾ തന്നെ സോനത്തെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും ആ കുടുംബം പ്രഖ്യാപിച്ചു. അങ്ങനെ ജൂൺ മാസം 9-ാം തീയതി ഒരു 2 മണിയോടുകൂടി സോനത്തിന്റെ പക്കൽ നിന്നും അവളുടെ സഹോദരന് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ അവൾ കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഉത്തർപ്രദേശിലെ ഗാസിപൂരിലാണെന്നും പറഞ്ഞു. ഇത് പറഞ്ഞത് രാജയുടെ സഹോദരനായിരുന്നു. സോനത്തിന്റെ പക്കൽ നിന്നും അങ്ങനൊരു ഫോൺ കോൾ വന്നതിന് ശേഷം ഞങ്ങളും ചില പോലീസുകാരും അവിടെ ചെന്ന് അവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് ഇല്ല, സോനം നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് സറണ്ടർ ആയി എന്നാണ്. എന്തായാലും ഇത് ഈ ഒരു കേസിൽ വലിയൊരു വഴിത്തിരിവായി തന്നെ മാറി. അങ്ങനെ സോനം ഈ ഒരു കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായി മാറി. പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് മധ്യപ്രദേശിലുള്ള ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സോനത്തിന് വിവാഹത്തിന് മുൻപ് രാജ് കുശ്വാഹ എന്നയാളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൾക്ക് മറ്റൊരാളുമായി വിവാഹം കഴിഞ്ഞു, അതായത് രാജ രഘുവംശിയുമായി വിവാഹം കഴിഞ്ഞു. എന്നാൽ ആ വിവാഹ ജീവിതത്തിൽ അവൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ആ കുടുംബജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഈ ഹണിമൂൺ യാത്രയിൽ വെച്ച് ഭർത്താവിനെ കൊല്ലണം എന്നവൾ ഗൂഢാലോചന നടത്തി. ഇതിനുവേണ്ടി 3 പേരെ പണം കൊടുത്ത് അവൾ വിലയ്ക്ക് വാങ്ങി. സോനം വിലയ്ക്ക് വാങ്ങിയ ഈ 3 പേരാണ് രാജയെ കൊന്നതെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും പറയുന്നു. എന്നാൽ അതേസമയം ഈ രാജയുടെ സഹോദരൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇല്ല,
സോനം രാജയും വിവാഹ ജീവിതം നന്നായി തന്നെ നയിക്കുകയായിരുന്നു. വിവാഹശേഷം അവർ വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. ഇവർ മേഘാലയയിലേക്കാണ് പോയത്. പക്ഷെ ഗാസിപൂരിലേക്ക് സോനം എങ്ങനെ വന്നു? ഇതെനിക്കറിയില്ല. ഈ ഒരു ചോദ്യമാണ് എനിക്ക് വരുന്നത്. സോനം രാത്രി അവളുടെ ചേട്ടന് ഫോൺ വിളിച്ചിരുന്നു. ഇക്കാര്യം ഒരു 1-2 മണിക്കൊക്കെ ഞാൻ അവളുടെ ചേട്ടനെ ഫോൺ വിളിച്ചപ്പോഴാണ് മനസ്സിലായത്. അവൾ ഗാസിപൂരിലുള്ളതായും അവളുടെ ചേട്ടനോട് പറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഇക്കാര്യം പോലീസിൽ അറിയിച്ചു. ചില പോലീസുകാരുമായി അവിടെ ചെന്ന് അവളെ അറസ്റ്റ് ചെയ്തു. അവൾ സറണ്ടർ ആയതല്ല. ഞങ്ങളാണ് സോനം ഉണ്ടായിരുന്ന ആ സ്ഥലത്ത്, അവളൊരു കടയിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ ചെന്ന് ഞങ്ങൾ അവളെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ രാജയുടെ സഹോദരൻ പറയുന്നു. സത്യത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒരു നോട്ടബിൾ കാര്യം തന്നെയാണ്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു മദ്യശാലയുടെ ഉടമ അദ്ദേഹം പറഞ്ഞത് ഈ പെൺകുട്ടി രാത്രി 1 മണിയോടുകൂടി ഇവിടെ എത്തിയിരുന്നു. കടയിൽ കരഞ്ഞുകൊണ്ടാണ് വന്നത്. കരഞ്ഞു എന്ന് മാത്രമല്ല, അവിടെയുള്ള കസ്റ്റമേഴ്സിനോടൊക്കെ ചെന്ന് സഹായം ചോദിച്ചു. പിന്നീട് എൻ്റെ പക്കലും വന്നു. ഫോൺ തരാമോ, ഫോൺ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ കൊടുത്തു. അവളും സംസാരിച്ചു. എനിക്ക് തോന്നുന്നത് അവൾ അവളുടെ സഹോദരനോടായിരിക്കും സംസാരിച്ചത്. അവൾ കരഞ്ഞ് സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ ആ മദ്യശാലയുടെ ഉടമ പറഞ്ഞു. ഇതും വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വളരെ വ്യത്യസ്തമാണ്. പണം കൊടുത്ത് ചിലരെ ഏർപ്പാടാക്കി അവർ കൊന്നു എന്നും പറയുന്നു. സഹോദരൻ പറയുന്നത് വിവാഹജീവിതം നന്നായി തന്നെ പോയി എന്ന്. മദ്യശാലയിലെ ഉടമസ്ഥൻ പറയുന്നത് അവൾ കരഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിച്ചു, ചേട്ടനോട് സംസാരിച്ചു എന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യത്യസ്ത കോണിൽ നിന്നും നമ്മൾ കാണേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ പോലും ഈ 3 പേർ പണം കൊടുത്ത് ഏർപ്പാടാക്കിയ 3 പേരെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണം വീണ്ടും വീണ്ടും ഗുരുതരമാവുക തന്നെ ചെയ്യും. അന്വേഷണത്തെ അവസാനം മാത്രമേ സത്യത്തിൽ ഈ ദമ്പതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഈ ഒരു സംഭവം മേഘാലയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വീണ്ടും വഴിതെളിച്ചു. അടുത്തിടെ ജില്ലയിൽ നടന്ന 2ാമത്തെ സംഭവമാണിത്. അടുത്തടുത്ത് നടന്ന ഈ 2 സംഭവങ്ങളും ടൂറിസ്റ്റുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അധികാരികളുടെ ശ്രദ്ധ വേണ്ട രീതിയിൽ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. ഈ ദാരുണ സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും കണ്ടെത്തണം. ലഭ്യമായ തെളിവുകളും സാഹചര്യങ്ങളും പല സംശയങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. സോനം അവൾ തന്നെയാണോ ഭർത്താവിനെ കൊന്നത്? അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലാനായി ആളെ ഏർപ്പാടാക്കിയത്? ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഈ ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് ഇന്ത്യ മുഴുവനും വല്ലാത്ത ഞെട്ടൽ തന്നെ ഉണ്ടാക്കി. എന്തായാലും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇതിലുള്ള യഥാർത്ഥ കുറ്റവാളി പുറത്തു വരിക തന്നെ ചെയ്യും. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാജ രഘുവൻഷിയെ കൊന്നത് ആരായിരിക്കും? ഭാര്യ തന്നെയാകുമോ? അല്ലെങ്കിൽ ഇതിന് പുറകിൽ നമ്മൾ അറിയാത്ത മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.